ടു മൈ വെന്യൂ. അപ്പോൾ ഇന്നും ഒരു കോട്ട് സെറ്റ് തന്നെയായിട്ട് കുറച്ച് ഇനി നമ്മുടെ കോട്ടൺ സീസൺ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കോട്ട് സെറ്റ്സ് ചെയ്യാന്ന് വെച്ചാൽ കോട്ടണിലെ കുറച്ച് ഹെവി പീസ് ആണ് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ. നമ്മൾ എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ ചുരുങ്ങുന്ന ഫാബ്രിക് ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാലോ. ഇതുപോലെ നല്ല വൈഡ് ആയിട്ടുള്ള. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ടോപ്പ് ബോട്ടം ഇതുപോലെ ചെയ്തേക്കുന്നത് 1750 പ്ലസ് ആണ്. 1750 ആണ് ടോപ്പ് ബോട്ടം ഈ ഒരു പാറ്റേണിലോട്ട്. എ ലൈനിൽ വരുമ്പോൾ അതിന്റെ റേറ്റ് ഇതുപോലെ തന്നെ സെയിം പ്രിന്റ് തന്നെയാണ്. നമ്മൾ കോട്ട് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സെയിം പ്രിന്റ് ആണല്ലോ ഭംഗി. അതുകൊണ്ട് തന്നെ ഇത് 2 കളേഴ്സിൽ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആണ് ഇതിനകത്ത്. ഇപ്പം നമുക്ക് എടുത്ത് കാണിക്കുന്നത് ഇതിന്റെ പ്രിന്റ് ആയിരിക്കും കൂടുതൽ എടുത്ത് കാണിക്കുന്നത്. പക്ഷെ ബേസ് വന്നിട്ട് ബ്ലാക്കും ബ്ലൂ ആണ്. അതിന്റെ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ആ ബ്ലാക്ക് ബ്ലൂ തന്നെയാണ് നമ്മൾ എടുത്ത് കാണിക്കുന്നത്. ഇപ്പൊ വീഡിയോയിൽ അതിന്റെ പ്രിന്റ് ആണ് കൂടുതൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ കളർ വരുന്നത്. ഞാനിപ്പം വേറെ ഇതേക്കുന്നത് ബ്ലാക്ക് ആണ്. ഇത് നമ്മൾ ഒരു സെന്ററിൽ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെൻസിൽ ബോട്ടം ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എപ്പോഴും നമ്മൾ പലാസോ അല്ല ചെയ്യണം. ഇതിപ്പോ നമ്മൾ നോർമൽ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പെൻസിൽ ബോട്ടം ഇതുപോലെ. പിന്നെ ഇത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ യു നെക്കാ കൊടുത്തേക്കുന്നത് ഇതിന്. ഇനി വൈഡ് ആയിട്ടുള്ള ഇതാണ് ബോട്ടം വരുന്നത് ഇതേപോലെ. ഇത് ബ്ലൂ ആണ്. രണ്ടും തമ്മിൽ ഇങ്ങനെ വെക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസാ തോന്നുള്ളൂ. കാരണം ഇത് ഡാർക്ക് ബ്ലൂ ആണ്, ഇത് ബ്ലാക്ക് ആണ്. നേരെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. മെറ്റീരിയൽ കുറച്ചും കൂടെ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ബേസ് കളർ ആണല്ലോ എപ്പോഴും ഭംഗി, ബ്ലാക്കും ബ്ലൂവും. ഇത് ആ പ്രിന്റ് റെഡും ആ ഡിസൈൻസ് ആണ്. ഒരു പോച്ചമ്പള്ളിയുടെ ഡിസൈൻസ് പോലെയാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് ഇതേപോലെ ഇതാണ് പ്രിന്റ് വരുന്നത്. ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം ഇതിന്റെ. ഓക്കെ, അപ്പം ഒരെണ്ണം നമ്മൾ ചെയ്തേക്കുന്നത് ഇതുപോലെ വൈഡ് ആയിട്ടുള്ള സ്ക്വയർ യു നെക്കിലോട്ട് ചെയ്തിട്ട് സെന്ററിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ബോട്ട് നെക്ക് ആയിട്ട് കൊടുത്തേക്കുന്നത്, കുറച്ചൊരു ബോട്ട് നെക്ക്. അത് ഞാനത് വേറെ ഇത് കാണിച്ചു തരാം. ഇനി ഈ ഒരു പാറ്റേണിന്റെ തന്നെ ബ്ലൂ, അതായത് വൈഡ് ആയിട്ടുള്ള സ്ക്വയർ യു നെക്കിലോട്ടുള്ള ബ്ലൂ കാണിച്ചു തരാം. ഇതുപോലെയാണ് കേട്ടോ. ഇതാണ് ആ ഒരു ബ്ലൂ പാറ്റേൺ ചെയ്തേക്കുന്നത്. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ടോപ്പ് മാത്രമാണെങ്കിലും ഓക്കെ, അതല്ല ടോപ്പ് ബോട്ടം ആണെങ്കിലും ഓക്കെ. ഇത് ചെയ്തേക്കുന്നത് എ ലൈൻ പാറ്റേണിലേക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ വേറെ ചെയ്തേക്കുന്നത് സ്ലിറ്റ് ഉള്ള പാറ്റേൺ, സ്ക്വയർ യു, സെന്ററിൽ ഒരു എൻഡിൽ ഒരു സ്ലിറ്റ് ഉണ്ട്. ഇത് വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള എ ലൈൻ പാറ്റേൺ ആണ്. അപ്പോൾ ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ഇതാണ്. പിന്നെ ബ്ലാക്കും അതേപോലെ ചെയ്തിട്ടുണ്ട് എ ലൈൻ പാറ്റേണിലോട്ട്. ഇതുപോലെ ബ്ലാക്ക് സിമ്പിൾ ആയിട്ട് സ്ക്വയർ യു വെച്ചിട്ട് എ ലൈൻ പാറ്റേൺ. അപ്പോൾ ബ്ലൂ കളർ ഇതേപോലെ ഉണ്ട്. ശരിക്കും നമ്മൾ നേരെ കാണുമ്പോഴാണ് ആ പ്രിന്റിന്റെ ഡിഫറൻസ് മനസ്സിലാകുന്നത്. നമ്മൾ ഡാർക്ക് ബ്ലൂവും ഡാർക്ക് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്കും ആണ്. ആ കളർ തന്നെ ഭയങ്കര ഭംഗിയാണ്. പ്രിന്റ് ആണ് കൂടുതൽ ഇപ്പൊ ഇതിനകത്ത് എടുത്ത് കാണിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ ബോട്ട് നെക്കിലാണ് ചെയ്തേക്കുന്ന. വൈഡ് ആയിട്ടുള്ള നെക്ക് വേണ്ട എന്നുള്ളവർക്ക് നമ്മൾ ബോട്ട് നെക്കാണ് ചെയ്തേക്കുന്നത്. ഇതേപോലെ അതിനും സെന്ററിൽ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സെമി ഈ ഒരു പലാസോ പെൻസിൽ ബോട്ടോ വേറെ ഇലാസ്റ്റിക് ആയിട്ടുള്ള. അപ്പം ഇതിന്റെ റേറ്റ് 1750 ഓൺലി ആണ്. അപ്പൊ ഇതുപോലെയാണ്. ഓക്കെ, ബ്ലൂ കളർ ഇതേപോലെ. ഓക്കെ, അപ്പം ബ്ലൂ കളർ എ ലൈൻ ഇതേപോലെ ആയിട്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, എപ്പോഴത്തെ പോലെ നമ്മൾ സെന്ററിൽ സൈഡിൽ ഇതേപോലെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ എ ലൈൻസ് ആകുമ്പോൾ 48 ലെങ്ത് ആകുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ബോട്ടം അങ്ങനെ കാണൂലല്ലോ. പക്ഷെ ഇത് നമ്മൾ സൈഡിൽ കൂടെ ഈ ഒരു ബോട്ടം കൂടെ കാണുമ്പോൾ എ ലൈനിൽ സ്ലിറ്റ് വരുമ്പോൾ ഒരു ഭംഗിയാണ്. അതുകൊണ്ട് എ ലൈൻ വിത്ത് എ ലൈൻ ആവുകയും ചെയ്യും. സൈഡ് സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് മെറ്റീരിയൽ എങ്ങനത്തെ ആണെങ്കിലും വെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സ്റ്റൈലായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ 2 കളേഴ്സിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം എ ലൈൻ ഈ ഒരു സെയിം പാറ്റേൺ ബ്ലൂ ബ്ലാക്ക് ഇതുപോലെ. അതുപോലെ എന്താ പറയാ, ബോട്ട് നെക്ക് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ബ്ലൂയിലോട്ട്. ഇത് ബ്ലൂ ബോട്ട് നെക്കിന്റെ പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇത്രയും പാറ്റേൺസിൽ ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലാക്കിന്റെ ഈ ഒരു നെക്ക്, വൈഡ് ആയിട്ടുള്ള യു നെക്ക്. അപ്പൊ ഇത്രയും പാറ്റേൺസിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.